പൂർണ്ണമായി മരണം വരെ അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് ദുനിയാവിൽ വളരെ കുറഞ്ഞ കാലം തന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മജ്ലിസാണ്. അതുകൊണ്ട് തന്നെയാണ് ആളെണ്ണത്തിൽ കുറവാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിന് ചെയ്തിരിക്കുന്ന വാഗ്ദാനം വളരെ വലിയ വാഗ്ദാനമാണ്. നമ്മുടെ പാവങ്ങൾ പൊറുക്കപ്പെടുമെന്ന് മാത്രമല്ല, നമ്മൾ ചെയ്ത പാവങ്ങൾ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയായിട്ട് മറിക്കുന്നതാണ്. എത്ര വലിയ ശ്രേഷ്ഠതയാണ്! നമ്മൾ ഇതുവരെ ചെയ്ത മുഴുവൻ ചെറുപാപങ്ങളും മുഅ്മിനീങ്ങൾ വൻപാപം ചെയ്യാറില്ല. അഥവാ ചെയ്താൽ തന്നെ ഉടൻ തന്നെ അവർ തൗബ ചെയ്യും. പക്ഷെ നമ്മൾ എന്തെല്ലാം ചെറുപാപം ചെയ്തിട്ടുണ്ടോ ആ ചെറുപാപങ്ങൾക്ക് പകരമായി അള്ളാഹു നന്മയായിട്ട് മറിക്കുമെന്നാണ്. ഒരാൾക്ക് 1 ലക്ഷം രൂപ നമ്മൾ കടം കൊടുക്കാനുള്ള സമയം അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഏകദേശം ഒരു 7 മണിയാകുമ്പോൾ നമുക്ക് ആ പൈസ കൊടുക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാൻ ആഗ്രഹമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ബേജാറാണ്. സമയം അടുക്കും തോറും ആ മനുഷ്യന് ടെൻഷൻ കൂടിക്കൊണ്ടേയിരിക്കും. ഒരു നിവൃത്തിയില്ല, കൊടുക്കാനുള്ള ഒരു ബാഹ്യമായ ഒരു ഏർപ്പാട് എൻ്റെ കയ്യിലില്ല. അപ്പോഴേക്കും ഞാൻ കൊടുക്കാനുള്ള കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് പറയണം, ഞാൻ ആ 1 ലക്ഷം രൂപ എനിക്ക് പൊരുത്തപ്പെട്ട് തന്നിരിക്കാം. എൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ 1 ലക്ഷം രൂപ പൊരുത്തപ്പെട്ട് തന്നെന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര വലിയ സന്തോഷം ഉണ്ടാവും. ഇതുപോലെയാണ് നമ്മുടെ ഈ മജ്ലിസിൽ ഇരിക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടുകയാണ്. ഒരു 7-10 ആ സഹോദരൻ വീണ്ടും തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞ്, ഞാൻ 1 ലക്ഷം രൂപ കൂടെ നിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നിന്റെ ഗൂഗിൾ പേയിൽ ഇട്ടിട്ടുണ്ട്, എന്തെങ്കിലും വേറെ ഏർപ്പാട് വേറെ ഏതെങ്കിലും കടങ്ങളുണ്ടെങ്കിൽ അതുകൂടെ നീ വീട്ടിക്കൊള്ളാൻ പറയും. സഹോദരങ്ങളെ, വീട്ടിൽ എത്ര എന്റെ സന്തോഷം വർദ്ധിക്കും. ഇതുപോലെ നമ്മുടെ ഈ മജ്ലിസിൽ ഇരിക്കുന്നതിലൂടെ നമ്മുടെ മുഴുവൻ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് മാത്രമല്ല, ചെയ്ത മുഴുവൻ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയായിട്ട് മറിക്കുന്നതാണ്. അത്രത്തോളം മാഷാഅല്ലാഹ് അല്ലാഹുവിന്റെ അടുത്ത് സ്ഥാനമുള്ള, അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന, കാരണം നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന അല്ലാഹുവിന്റെ റഹ്മത്താണ്. നമുക്ക് ആർക്കും അമൽ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റൂല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നിങ്ങൾ അമൽ കൊണ്ട് രക്ഷപ്പെടാമെന്ന് പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞു. ലയൻജു അഹദുക്കും മിൻ അമാലിക്കും, നിങ്ങൾ ആരും നിങ്ങളുടെ അമൽ കൊണ്ട് രക്ഷപ്പെടൂല. ആരോടെ പറയുന്ന? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സിൽ നമ്മൾ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അമൽ കൊണ്ട് രക്ഷപ്പെടാൻ നിങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ അമലിന്റെ അവസ്ഥ നമുക്കറിയാം. ഇപ്പൊ നമ്മുടെ ഈ മഗ്‌രിബ് നിസ്കരിച്ച് എന്റെ മഗ്‌രിബ് കബൂലായി എന്ന് ഇതിന് ആർക്കെങ്കിലും ധൈര്യത്തോടുകൂടി കൈവക്കാൻ പറ്റുമോ? നമ്മുടെ അമലിന്റെ ക്വാളിറ്റി നമുക്ക് തന്നെ അറിയാം. എവിടം വരെ പോയിട്ടുണ്ട്, എത്രത്തോളം പൊങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് തന്നെ അറിയാം. നമ്മുടെ ഒരു ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ പോലും ആ ഇസ്തിഗ്ഫാർ ശരിയാക്കാൻ വേറൊരു ഇസ്തിഗ്ഫാർ പറയണമെന്നാണ്. കാരണം പലരും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പാവം പുറത്തിറങ്ങുന്നതാണ്. അധികം ആൾക്കാർ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഒരു പുള്ളി ഇല്ലാതെ അസ്തഗ്ഫിറുല്ലാഹ്, അതിന്റെ അർത്ഥം തന്നെ എന്നെ മണ്ണിലിട്ട് ഉരുട്ടാനാണ്. അപ്പൊ എന്റെ ഒരു ഇസ്തിഗ്ഫാർ ഞാൻ അല്ലാഹ് സ്വീകരിച്ചാൽ എന്നെ മണ്ണിലിട്ട് ഉരുട്ടാൻ അല്ലാഹു നേരം കാണുള്ളൂ. ഞാൻ പറഞ്ഞാൽ നമ്മുടെ അമലുകളുടെ ബലഹീനതയാണ്, കുറവാണ്. നമ്മൾ പരിഹരിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നില്ല. ഹദീസിൽ വരുന്നുണ്ട്, എത്രയോ ആൾക്കാർ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുമെന്നാണ്. റുബ്ബ ഖാരിഇൻ യഖറഉൽ ഖുർആൻ വൽ ഖുർആൻ യൽഅനുഹു. എത്രയോ ആൾക്കാരുണ്ടാവും, അവൻ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കും, പക്ഷെ ഖുർആൻ അവനെ ശപിച്ചുകൊണ്ടേയിരിക്കും. കാരണം എന്താണ്? അവൻ ഓതുന്നത് ശരിയല്ല, ഹർക്കത്ത് ശരിയല്ല, ഫത്ഹ് ശരിയല്ല, അതുപോലെ തന്നെ മഖ്റജ് ശരിയല്ല, നിർത്താണ്ടിടത്ത് നിർത്തൂല, നിർത്താൻ പാടില്ലാത്തടത്ത് നിർത്തും. ഇങ്ങനെയാണ് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. അവൻ ആ ഖുർആൻ അവനെ ശപിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കാണ് സർവനാശവും. കാരണം എങ്ങനെയാണോ നമസ്കരിക്കേണ്ടത് ആ രീതി നമസ്കരിക്കുന്നില്ല. അള്ളാഹ്ക്ക് വേണ്ടത് എങ്ങനെയുള്ള അമലല്ല അള്ളാഹ്ക്ക് വേണ്ടത്. അള്ളാഹ് പരിശുദ്ധനാണ്. അള്ളാഹ് ആഗ്രഹിക്കുന്നത് പരിശുദ്ധമായ അമലുകളാണ്. നമ്മൾ കഴിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മൾ കഴിക്കാറുള്ളൂ, നമ്മൾ ഇഷ്ടപ്പെട്ട വസ്ത്രമേ നമ്മൾ ധരിക്കാറുള്ളൂ. ഇതുപോലെ അള്ളാഹു ആഗ്രഹിക്കുന്നത് പരിശുദ്ധമായ അമലുകളാണ്. അതുകൊണ്ട് നമ്മുടെ അമലിന്റെ ക്വാളിറ്റി നമുക്കറിയാം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ആരും നിങ്ങളുടെ അമൽ കൊണ്ട് രക്ഷപ്പെടും എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ അടുത്തുണ്ടായിരുന്ന ഒരു ആറാബിയായ ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, തങ്ങളെ രക്ഷപ്പെടൂലേ? അപ്പൊ തങ്ങൾ പറഞ്ഞു, ഞാനും രക്ഷപ്പെടൂല. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. 500 വർഷം ഇബാദത്ത് ചെയ്ത ആൾ അള്ളാഹിന്റെ മുമ്പിൽ ഒന്ന് പറയും, അള്ളാഹുവേ നിന്റെ കരുണയെന്ന് എനിക്ക് വേണ്ട, നിന്റെ റഹ്മത്തൊന്നും എനിക്ക് വേണ്ട, ഞാൻ 500 വർഷം ഇബാദത്ത് ചെയ്ത ആളാണ്. അള്ളാഹു ഓരോ അനുഗ്രഹങ്ങൾ എണ്ണി പറയുന്നതനുസരിച്ച് അവന്റെ ആ അമലുകളെല്ലാം ഇങ്ങനെ ഭസ്മമായി ആയിക്കൊണ്ടേയിരിക്കും. അവസാനം 1-2 അനുഗ്രഹം പറയുമ്പോൾ തന്നെ അവന്റെ 500 വർഷത്തെ അമല് തീർന്നു പോകും. അവൻ പറയും, അള്ളാഹു നിന്റെ കരുണ കൊണ്ട് എന്നെ സ്വർഗ്ഗത്തിൽ കടത്താൻ വേണ്ടി പറയും. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഞാനും എന്ത് ചെയ്യില്ല, എന്റെ അമലോടൊന്നും രക്ഷപ്പെടില്ല.
പിന്നെ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയണം, എന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്ത് പൊതിയുന്ന ഒരു മജ്‌ലിസാണ്. മാത്രമല്ല ഈ മജ്‌ലിസിന്റെ ഒക്കെ മഹത്വം നാളെ ആഖിറത്തിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറയിൽ മനുഷ്യനെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് ജീവജാലങ്ങളെ വിചാരണ ചെയ്യുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ ജീവജാലങ്ങളെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി, ആരോഗ്യമുണ്ടായിരുന്ന മൃഗം ആരോഗ്യമില്ലാത്ത മൃഗത്തെ ദുനിയാവിൽ വെച്ച് ഉപദ്രവിച്ചിരുന്നു, കൊമ്പുണ്ടായിരുന്ന മൃഗം കൊമ്പില്ലായിരുന്ന മൃഗത്തെ കുത്തിയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് അല്ലാഹു ഈ ജീവജാലങ്ങളെല്ലാം ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ദുനിയാവിൽ എന്താണോ ചെയ്തത് അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യിപ്പിക്കും. ഖിസാസ് നടപ്പിലാക്കും, നിയമം നടപ്പിലാക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജീവജാലങ്ങളോട് പറയുന്ന ഒരു വാക്കുണ്ട്, കൂനൂ തുറാബ, നിങ്ങളെല്ലാം മണ്ണായി പോകാൻ വേണ്ടി പറയും. അപ്പൊ പാപിയായ മനുഷ്യൻ അഥവാ ദുനിയാവിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടും ഇങ്ങനെയുള്ള മജ്‌ലിസുകൾ കിട്ടിയിട്ടും അതിനൊന്നും ഉപയോഗപ്പെടുത്താത്ത, എത്രയോ പ്രസംഗങ്ങൾ കേട്ടിട്ടും അത് ഹൃദയത്തിലോട്ട് ഏറ്റെടുക്കാത്ത ആ മനുഷ്യൻ പറഞ്ഞു പോകുന്നതാണ്, യാ ലൈതനി കുന്തു തുറാബ, അല്ലാഹു ഞാനും മണ്ണായിരുന്നെങ്കിൽ എത്രയും നന്നായിരുന്നു. കാരണം അള്ളാഹുവിന്റെ വിചാരണ തുടങ്ങാൻ പോകുന്നത് എന്റെ മേലാണ്. എനിക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ ഒന്നുമില്ല. കാരണം അവൻ നോക്കുമ്പോൾ ഒരു സൈഡിലൂടെ നരകത്തിങ്ങനെ വലിച്ചു വരുന്നുണ്ടാവും. അവന്റെ മുമ്പിലൂടെ നരകത്തിങ്ങനെ വലിച്ചോണ്ട് വരും. അന്ന് മനുഷ്യൻ ഓർക്കും, അള്ളാഹു ഈ നരകത്തെ പറ്റിയാണല്ലോ എന്റെ അടുത്ത് പറഞ്ഞിരുന്നത്, എവിടെയൊക്കെയോ ഞാൻ ഈ നരകത്തെ പറ്റിയാണല്ലോ ഞാൻ കേട്ടിരുന്നത്. അള്ളാഹു ചോദിക്കും, ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്? എനിക്ക് എവിടെ നിന്നാ ഈ ഓർമ്മ വന്നത്? ഈ ഓർമ്മ വരാൻ വേണ്ടിയാണ് അവസരം എനിക്ക് തന്നിരുന്നു ദുനിയാവിൽ. അവിടെ വെച്ച് ഓർത്ത് നിന്റെ പാപം എത്ര, അത് കടലിന്റെ നൊരയെക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പാപത്തിന്റെ ഇത് പല ഹദീസുകൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. വൃക്ഷത്തിന്റെ ഇലയെക്കാളും പിന്നെ സമുദ്രത്തിന്റെ നൊരയെക്കാളും എത്ര അധികരിച്ചിരുന്നാലും ശരി, ആ പാപത്തെ ഓർത്ത് ഒരു കണ്ണുനീർ, ഒറ്റ കണ്ണുനീർ നിന്റെ ഭൂമിയിൽ വീണാൽ നിന്റെ മുഴുവൻ പാവം പുറത്തേക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അന്നൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. അവിടെ ഓർക്കേണ്ട സമയം എവിടെയായിരുന്നു? ഇവിടെ നീ ദുനിയാവിൽ എന്താ ചെയ്തത്, അതിന്റെ എന്താണോ ചെയ്തത്. ഒരു അണുമണി തൂക്കം നന്മയാണെങ്കിൽ അതോടെ നീ കാണും, ഒരു അണുമണി തൂക്കം തിന്മയാണെങ്കിൽ തിക്തഫലം നീ ഇവിടെ അനുഭവിച്ചേ പറ്റും. കാരണം അവിടെ ആഖിറ, അവിടെ എന്താണ്, ദുനിയാവ് എന്താണ് ചെയ്തത് അതിന്റെ തിക്തഫലം, അതിന്റെ പ്രതിഫലം ആസ്വദിക്കേണ്ട സ്ഥലമാണ് ആഖിറ എന്ന് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യൻ അവിടെ നിന്ന് കരയും. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയും, റബ്ബന അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. അല്ലാഹു ഞാൻ ഇതൊക്കെ കണ്ടു ഉറപ്പിച്ച് ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. അതുകൊണ്ട് ഒരു അവസരം എനിക്ക് ദുനിയാവിൽ തരണം, എന്നെ ഒന്ന് മടക്കി അയക്കണം, ഞാൻ നന്നായിട്ട് വരാം, നീ ഇഷ്ടപ്പെടുന്ന രീതി ജീവിച്ചിട്ട് വരാന്നൊക്കെ നമ്മൾ പറയും. മരണത്തിന്റെ സന്ദർഭത്തിൽ മഹ്ശറയുടെ പല രംഗങ്ങളിലും നമ്മൾ അല്ലാഹുവിനോട് പറയുന്ന രംഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ കൂട്ടി ഖുർആൻ നമ്മളോട് പറഞ്ഞു തരാണ്. അല്ലാമത്തുൽ മൗലാന അദ്ദേഹം പറയുന്നുണ്ട്, നരകത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറെ നോക്കുമ്പോൾ ഇങ്ങനെ പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ടാകും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കളോട് ചോദിക്കുന്നത് എന്തിന്റെ പുഴയാണ് ചോദിക്കുന്നത്. അപ്പൊ മലക്കൾ പറയും, അല്ലാഹു ഇത് ജഹന്നമിയായ ഒരു മനുഷ്യൻ, നരകത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പാപത്തെ കുറിച്ച് ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് ആ കണ്ണുനീരിനായാലുണ്ടായ പുഴയാണെന്ന് പറയും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു ദണ്ഡെടുത്ത് മലക്കിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാം, അവന്റെ തലയെ കൊണ്ടടിക്കാൻ വേണ്ടി പറയാം. ആ നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ ജഹന്നമിയുടെ തലയെ കൊണ്ടടിക്കും. ഈ ദുനിയാവിൽ ഞാൻ നിനക്ക് ഒരുപാട് അവസരങ്ങൾ നൽകിയിരുന്നു, ഒരുപാട് നിനക്ക് ഞാൻ എന്ത് ചെയ്തിരുന്നു, ഒരുപാട് സമയം എനിക്ക് നൽകിയിരുന്നു. അന്ന് നിന്റെ പാപം എത്ര അധികരിച്ചാലും ശരി, നീ ഒന്ന് കരയാൻ തയ്യാറായി കഴിഞ്ഞാൽ, ആ ഒരു കണ്ണുനീര് ദുനിയാവിൽ വീണ് കഴിഞ്ഞാൽ നിന്റെ മുഴുവൻ പാപങ്ങൾ ഞാൻ പുറത്തേക്കാന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ. അന്നൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇവിടുത്തെ കണ്ണുനീര് അത് എത്ര പുഴയായിട്ട് ഒഴുകിയാലും ശരി, ആ കണ്ണുനീരിൽ നിന്ന് യാതൊരു പ്രയോജനം ഉണ്ടാവില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദുനിയാവിൽ നൽകിയിരിക്കുന്ന അവസരമാണ്. ആരാണോ പ്രയോജനപ്പെടുത്തുന്നത് അവരാണ് ബുദ്ധിമാന്മാർ. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മളെ ജനിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ ചോദിക്കുന്നുണ്ട്, മാ വറക ബിറബ്ബിക കരീം, എന്ത് പറ്റി നിനക്ക് അല്ലാഹുവിന്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിതനാക്കിയ വസ്തു എന്താണ്? നീ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു കരാർ ചെയ്തിട്ട് വന്നവനല്ലേ, നീയാണ് എന്റെ ഖാലിഖെന്നോ മാലിക്കെന്നോ എന്റെ സൃഷ്ടാവാണ് നീ എന്നൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു കരാർ ചെയ്തിട്ട് വന്നവനല്ലേ. ആ കരാറ് പൂർത്തീകരിക്കാനല്ലേ ഞാൻ ദുനിയാവിൽ അയച്ചത്. നീ വരുന്നതിന് മുമ്പ് തന്നെ നിനക്ക് ആവശ്യമായ മുഴുവൻ വസ്തുക്കളും ഞാൻ ഏർപ്പാട് ചെയ്തു. നിനക്ക് വേണ്ടി വെള്ളം, ആഹാരം എന്തെല്ലാം വേണം അതെല്ലാം ഏർപ്പാടാക്കിയിട്ട് അയച്ചിരിക്കുന്നത്. ഇതിനോട് നീ കഷ്ടപ്പെടണ്ട. ഇതൊക്കെ നീ എത്ര തലകുത്തി പറഞ്ഞാലും ശരി,
ഞാൻ കുടിച്ചതിന്റെ അപ്പുറം, ഞാൻ തീരുമാനിച്ചതിന്റെ അപ്പുറം എനിക്ക് കുടിക്കാൻ പറ്റൂല, കഴിക്കാൻ പറ്റൂല. ഹർ ദാനെ മേ ലിഖ്താ ഹൈ ദാനെ വാലോ കി നാം നാം. ഓരോ അണുമണിയിലും ഓരോ അരിയിൽ എഴുതിയിട്ടുണ്ട് ആരാണ് ഞാൻ കഴിക്കേണ്ടതെന്ന്. ഓരോ തുള്ളി വെള്ളത്തിൽ എഴുതിയിട്ടുണ്ട് ഈ വെള്ളം ആരാണ് കുടിക്കേണ്ടതെന്ന്. എല്ലാം അള്ളാഹ് നിശ്ചയിച്ചിട്ടാ ദുനിയാവിലേക്ക് അയച്ചിരിക്കുന്നത്. എന്നിട്ട് എന്താ നിന്റെ എന്ത് വസ്തു നിന്നെ വഞ്ചനാക്കി കളഞ്ഞത്? മാ ഗർറക ബി റബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. അള്ളാഹ് ചോദിക്കുകയാണ്, ഞാൻ ദുനിയാവ് സൃഷ്ടിച്ചിട്ട് ഞാനൊന്ന് സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ ദുനിയാവ് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള സ്ഥലമല്ല. നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് നമ്മളോട് ചോദിക്കുക, ചിന്തിച്ചു അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് സഹാബാക്കൾ അവർക്ക് മനസ്സിലായി ദുനിയാവ് എന്ന് പറയുന്ന സന്തോഷത്തോടുകൂടി കഴിയേണ്ട സ്ഥലമല്ല. അള്ളാഹു ഉമ്മയുടെ ഗർഭാശയം നമുക്ക് 9 മാസം തന്നത് അവിടെ കാലകാലം കഴിയാനല്ലല്ലോ, അടുത്തൊരു ലോകത്തിന് വേണ്ടി തയ്യാറാകാനാണല്ലോ. ഒരു 9 മാസം 10 ദിവസം കൊണ്ട് ഇനി വരാനിരിക്കുന്ന ദുനിയാവിന്റെ ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിന് ആവശ്യമായ മുഴുവൻ അവയവങ്ങളും പൂർണ്ണമാക്കാൻ വേണ്ടി തന്നൊരു അവസരമാണ് ഉമ്മയുടെ ഗർഭാശയം. അവിടെ നമ്മുടെ തയ്യാറാക്കണം. അവിടെ ഈ ഒരു കുട്ടി വിചാരിക്കുന്ന കണ്ണ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ദുനിയാവിൽ വന്നാൽ, ഒരു അവയവം ഉപേക്ഷിച്ചിട്ട് വന്നാൽ ആ കുട്ടിയുടെ അവസ്ഥ എന്താവും? മരണപരന്തനായിട്ട് കഴിയേണ്ടി വരും. ജന്മന അംഗവൈകല്യമുള്ള അന്ധനായ കുട്ടിക്ക് ഒരു ഡോക്ടറിനെ കണ്ടുകൊടുക്കാൻ പറ്റൂല, തിരിച്ചുമ്മയുടെ ഗർഭാശയത്തിൽ പോകാനും പറ്റൂല. ഇത് നമ്മുടെ മുമ്പിലുള്ള വ്യക്തമായ ഒരു ഉദാഹരണം, വ്യക്തമായ എന്താണ് തീരുമാനമാണ്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് തന്നിരിക്കുന്നത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഈ ദുനിയാവ് നൽകിയിരിക്കുന്നത് എന്തിനാ? ഇനി വരാനിരിക്കുന്ന വിശാലമായ ഖബർ തൊട്ട് തുടങ്ങുന്ന ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിനോട് തയ്യാറാകാനാണ്, അവിടത്തേക്ക് വേണ്ടി നന്മ സമ്പാദിക്കാനാണ്. ആരാണ് സൽക്രമങ്ങൾ ചെയ്യുന്നതെന്ന്, നല്ല അമലുകൾ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കാൻ ആ ദുനിയാവിലേക്ക് തന്നിട്ടുണ്ട്. ഇനി നാളെ ഖബറിലേക്ക് പോകുമ്പോൾ, മഹ്ശറിലേക്ക് പോകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മനസ്സിലായി നമ്മുടെ ദുനിയാവിൽ നമ്മുടെ ആഖിറയില്ല, സ്വർഗ്ഗമില്ല, നരകമില്ല. അതുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ പോയി കഴിഞ്ഞാൽ നരകം കാണുമ്പോൾ, സ്വർഗ്ഗം കാണുമ്പോൾ അവനക്ക് മനസ്സിലാവും അവനക്ക് തിരിച്ചു ദുനിയാവിൽ വരാൻ പറ്റൂല. ഒരു നന്മ പോലും ആഖിറത്തിൽ നിന്ന് സമ്പാദിക്കാൻ പറ്റൂല. നമ്മൾ ഇന്ന് ആർക്ക് വേണ്ടിയാണോ ഓടിക്കൊണ്ടിരിക്കുന്നത്, ആർക്ക് വേണ്ടിയാണോ നമ്മുടെ ജീവിതം ഹനിച്ചുകൊണ്ടിരിക്കുന്നത്, ചോരങ്ങൾ അവരൊന്നും നമ്മളെ സഹായിക്കൂല. അന്നവൻ വിളിച്ചു പറയുന്നതാണ്, അല്ലാഹുവേ, ഞാൻ ഇന്ന ആൾക്കാരെ കൂട്ടുകാരനാക്കാതിരുന്നുവെങ്കിൽ, അവനക്ക് വേണ്ടി എന്റെ സമയമൊന്നും കൊടുക്കാതിരുന്നുവെങ്കിൽ, അവനക്ക് വേണ്ടി ഞാൻ സിന്ദാബാദ് വിളിക്കാതിരുന്നുവെങ്കിൽ, എന്റെ ജീവിതം മുഴുവൻ ഞാൻ അവനക്ക് വേണ്ടി അർപ്പിക്കാതിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നെ. ഞാൻ ഏറ്റവും കൂടുതൽ കൂട്ടുകാരനാക്കേണ്ടത്, ഞാൻ പിൻപറ്റിയിരുന്നത് എന്റെ പ്രവാചകനായിരുന്നല്ലോ. ആ പ്രവാചകനെ പിൻപറ്റിയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നെ എന്ന് ഓരോ മനുഷ്യനും നാളെ ആഗ്രഹിച്ചു പോകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ അവസരമാണ്. അതുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷക്കാലം സഹാബത്തിന്റെ ഹൃദയത്തിൽ പരിശ്രമിച്ചത് ഈമാന് വേണ്ടിയാണ്. ഈ യഖീൻ ഹൃദയത്തിലേക്ക് ഇറക്കാനാണ്. ഈ യഖീൻ അവരുടെ ഹൃദയത്തിലേക്ക് ഇറക്കാനുള്ള പരിശ്രമം തങ്ങൾ ചെയ്തത്. ആ ഈമാൻ അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവർക്ക് പിന്നെ അമലുകൾ ചെയ്യൽ എളുപ്പമായി, അല്ലാഹുവിന്റെ ഓരോ കൽപ്പനകൾ അനുസരിക്കൽ എളുപ്പമായി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ സുന്നത്തും അവർക്ക് ജീവിതത്തിന്റെ താല്പര്യമായി, രസമായി മാറി. ആസ്വദിക്കാൻ തുടങ്ങി, അമലുകൾ അവർക്ക് ആസ്വദിച്ചുകൊണ്ട് ചെയ്യാൻ തുടങ്ങി. ഇത് അമലുകൾക്ക് നമുക്ക് ഭാരമാണ്. നമ്മൾ അമലുകൾ ചെയ്യുന്നുണ്ടെങ്കിലും ആർക്കൊക്കെയോ വേണ്ടി നമ്മൾ ചെയ്യുന്നത് പോലെ ഓരോ അമലുകളും നമുക്ക് ദുനിയാവിലും ആഖിറത്തിനും പ്രയോജനത്തിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അല്ലാഹു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖുലൂബിനാ വകർരിഹ് ഇലൈനൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ. ഈമാന്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഒരു ഭാഗം എന്ന് പറയുന്നത് അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ, അല്ലാഹു നമുക്ക് ഈമാൻ ഇഷ്ടപ്പെടുത്തി തരണം. ആ ഈമാന്റെ ഓരോ അമലുകളും നമുക്ക് അലങ്കാരമുള്ളതാക്കി തരണം, നമുക്ക് ആസ്വദിക്കാൻ പറ്റണം. മറു സൈഡിൽ വകർരിഹ് ഇലൈനൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ, അല്ലാഹു പാപത്തിനോട് അറപ്പും വെറുപ്പും നമുക്ക് വിദ്വേഷം ഉണ്ടാകണം. ഒരു സൈഡിലൂടെ നമ്മൾ അമൽ ചെയ്യുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, പുറത്തിറങ്ങി നമ്മൾ സംസാരിക്കുന്നത് പാവമാണ്, ഹറാമ് കാണുന്നുണ്ടെങ്കിൽ സൗരങ്ങളെ നമ്മുടെ ഈ അമലുകൊണ്ട് എന്ത് പ്രയോജനം കിട്ടാനാണ്? നമസ്കാരം എന്ന് പറയുന്നത്, നമസ്കാരത്തിന്റെ പ്രയോജനം തന്നെ എന്താണ്? ജീവിതത്തിൽ നിന്ന് നിന്നിഷ്ടമായ കാര്യങ്ങൾ ഇല്ലാതാകലാണ്.
ഒരു സഹാബിയെ പറ്റി പറഞ്ഞ തങ്ങളെ ഒരു സഹാബി രാത്രി പറ്റി മോഷ്ടിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ തങ്ങൾ ചോദിച്ചു, അദ്ദേഹം സുബഹി നിസ്കരിക്കുന്നുണ്ടോ, പള്ളിയിൽ വരുന്നുണ്ടോ നിസ്കരിക്കാൻ? അപ്പൊ തങ്ങൾ പറഞ്ഞു, തീർച്ചയായിട്ടും ആ നമസ്കാരം അവന്റെ മോശമായ കാര്യത്തെ തടഞ്ഞോളെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ വന്നിട്ട് ഒരു സ്ത്രീയോട്, ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുകയാണ്, എനിക്ക് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ആ സ്ത്രീ ആ പുരുഷനോട് പറഞ്ഞത്, ചെറുപ്പക്കാരനോട് പറഞ്ഞത്, നീ എന്ത് ചെയ്യണം, 40 ദിവസം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ബേക്കിൽ അവൾ തക്ബീറോട് നിസ്കരിക്കാൻ പറഞ്ഞു. ഒറ്റ കണ്ടീഷൻ, ഈ 40 ദിവസം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ബേക്കിൽ എന്ത് ചെയ്താൽ മതി, ഇമാം ജമാഅത്തായിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഞാൻ 41 ദിവസം ഞാൻ ഓക്കെയാണ്, ഞാൻ വിവാഹം കഴിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു. 40 ദിവസം കഴിഞ്ഞു, 9 ദിവസം കഴിഞ്ഞു, ചെറുപ്പക്കാരനെ കാണുന്നില്ല. ഈ സംഭവം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ, കാരണം അദ്ദേഹം കൃത്യമായി നിസ്കരിച്ചു 5 വഖത്തും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ബേക്കിൽ നിസ്കരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായ മോശമായ ചിന്ത മാറിപ്പോയി. അദ്ദേഹം ആ തെറ്റിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറായി. ഉമർ റളിയല്ലാഹു അൻഹു ഈ സംഭവം സ്ത്രീ പോയി പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആ സ്ത്രീയെ പ്രശംസിക്കുകയും എന്താണ് ആ സദസ്സിൽ തക്ബീർ മുഴക്കുകയും ചെയ്തു. പറഞ്ഞു, നമസ്കാരം എന്ന് പറയുന്നത് എല്ലാ നിന്നെയും നീ പോണം. നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു, ജീവിതത്തിൽ പാപങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസത്തെ അമലുകൾ ആയിരിക്കരുത് അടുത്ത ദിവസം, ഇന്ന് മഗ്‌രിബ് ആയിരിക്കരുത് അടുത്ത ഇശ നിസ്കരിക്കുമ്പോൾ. അതിന്റെ കൊണ്ട് മഗ്‌രിബിനേക്കാളും നമ്മുടെ ഭയഭക്തി കൂടണം, ഖുശൂ കൂടണം, ഖുദൂ കൂടണം, അള്ളാഹുവിന്റെ ഓർമ്മ അധികരിക്കണം. ഓരോ ദിവസവും നമ്മുടെ അമലുകൾ എന്താണ് കൂടിക്കൊണ്ടേയിരിക്കണം, അള്ളാഹുമായിട്ട് സാമീപ്യം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. പക്ഷെ നമ്മുടെ അമലുകൾ യഥാർത്ഥ ഒരു പരിശ്രമം ചെയ്യാത്തതിന്റെ പേരിൽ നമ്മുടെ അമലുകളെല്ലാം ബലഹീനമായി കൊണ്ടേയിരിക്കണം. നമ്മൾ നമസ്കരിക്കുന്നുണ്ട്. ഒരു സഹാബി ഒന്ന് ചോദിച്ചു, തങ്ങളെ ഇസ്ലാമിനെ പറ്റി ചോദിക്കുകയും എന്താണ് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ബിൻ സലൂൽ അദ്ദേഹം ജൂത പണ്ഡിതനാണ്. അദ്ദേഹം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു. 3 ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. ഒന്നാമത് എന്താണ് ഖിയാം എന്നാണ് അടയാളം എന്താണെന്നോ, അതുപോലെ തന്നെ എന്താണ് ഒരു കുട്ടി ജനിക്കുമ്പോൾ എന്താണ് ഒരു കുട്ടിക്ക് ചില കുട്ടികൾക്ക് വാപ്പയുടെ സാദൃശ്യത ഉണ്ടാകാറുണ്ട്, ചിലർക്ക് ഉമ്മയുടെ സാദൃശ്യത ഉണ്ടാകാറുണ്ട്, ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. പിന്നെ മൂന്നാമതായിട്ട് ചോദിച്ചു, സ്വർഗത്തിലേക്ക് മനുഷ്യൻ കടക്കുമ്പോൾ ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിരുന്ന് കൊടുക്കുന്ന ഭക്ഷണം എന്താണ്, ഇസ്തിഖ്ബാൽ ചെയ്യാൻ വേണ്ടി, സ്വീകരിക്കാൻ വേണ്ടി ആ സ്വർഗവാസി കൊടുക്കുന്ന ഭക്ഷണം എന്താണെന്ന് ചോദിച്ചു. കാരണം അബ്ദുല്ലാഹി ബിൻ സലൂൽ ജൂത പണ്ഡിതനാണ്. അദ്ദേഹം തൗറാത്തൊക്കെ പഠിച്ചിട്ട് അതിൽ കിട്ടാത്ത 3 ചോദ്യങ്ങളാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്. ഒരു പ്രവാചകൻ കൊണ്ട് മാത്രമേ മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ എന്നറിയാം. തങ്ങൾക്ക് വഹി കിട്ടിയതിനു ശേഷം തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ് ഖിയാം എന്നാണ് ഒന്നാമത്തെ അടയാളം. മശ്രിക്കിൽ നിന്നും മഗ്‌രിബിന്റെ ഭാഗത്തു നിന്നും ഭയങ്കരമായ തീനാളം ഉണ്ടാകും. മുഴുവൻ മനുഷ്യരും മഗ്‌രിബിന്റെ അസ്തമയത്തിന്റെ സ്ഥാനത്തിലോട്ട് മുഴുവൻ മനുഷ്യരും ഒരു സ്ഥലത്തോട്ട് ഒരുമിക്കുന്നു. രണ്ടാമതായിട്ട് സ്വർഗവാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് വരുമ്പോൾ വിരുന്നൊരുക്കുന്ന ഭക്ഷണം, ആദ്യമായി കൊടുക്കുന്ന ഭക്ഷണം എന്താണ് വെൽക്കം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഭക്ഷണം, അത് മീനിന്റെ എന്താണ് മുട്ട എന്നൊക്കെ പറയില്ല, ആ മുട്ടയാണെന്ന് പറഞ്ഞു. മൂന്നാമതായിട്ട് അദ്ദേഹം ചോദിച്ച ചോദ്യം, കുട്ടികൾ ജനിക്കും ഉമ്മയുടെ സാദൃശ്യത ഉണ്ടാകാറുണ്ട്, ചില കുട്ടികൾക്ക് വാപ്പയുടെ സാദൃശ്യത ഉണ്ടാകാറുണ്ട്, ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് പുരുഷന്റെ ബീജമാണ് ആദ്യം കിടക്കുന്നതെങ്കിൽ അത് വാപ്പയുടെ സാദൃശ്യത ഉണ്ടാവും, ഇനി ഉമ്മയുടെ ആണെങ്കിൽ ഉമ്മയുടെ സാദൃശ്യത ഉണ്ടാവുന്നു. അപ്പൊ ഇത് കേട്ട പാടെ തന്നെ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഇസ്ലാമിനെ പറ്റിയൊക്കെ പഠിച്ചതിന് ശേഷം പോയി കുറെ നാളുകൾക്ക് ശേഷം അദ്ദേഹം മടങ്ങി വന്നു. അതാണ് നമ്മുടെ വിഷയം. തങ്ങളോട് വന്നു പറഞ്ഞു, തങ്ങളെ ഞാൻ മാഷാഅല്ലാഹ് ദീനിലേക്ക് കടന്നു വന്നു, ദീനിന്റെ മുഴുവൻ കാര്യങ്ങളും ഞാൻ പഠിച്ചു, മനസ്സിലാക്കി, അമൽ ചെയ്യുന്നുണ്ട്. ഞാൻ 2 ചോദ്യങ്ങളുമായിട്ടാണ് തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഒന്നാമതായിട്ട് തങ്ങളെ, ഞാൻ തൗറാത്ത് നല്ലപോലെ പഠിച്ച ആളാണ്. മൂസാ നബി അലൈഹി സ്വലാമിന് അല്ലാഹു കൊടുത്ത ഗ്രന്ഥമാണല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാ നമസ്കാരങ്ങൾക്കും ഖുർആൻ ഓതി നമസ്കരിക്കും. ഇശാ നമസ്കാരത്തിന് ശേഷമുള്ള നഫിൽ നമസ്കാരങ്ങളിൽ ഞാൻ തൗറാത്ത് ഓതി നമസ്കരിച്ചോട്ടെ എന്ന് ചോദിച്ചു. രണ്ടാമതായിട്ട് അദ്ദേഹം ചോദിക്കുന്നത്, തങ്ങൾ വെള്ളിയാഴ്ച പവിത്രമാണ്, പരിശുദ്ധമാണ്, ആ വെള്ളിയാഴ്ച ഞാൻ ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, അതിന്റെ മുഴുവൻ ആദാബുകളുടെ സുന്നത്തുകൾ ഞാൻ പാലിക്കുന്നുണ്ട്. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാമിന് അല്ലാഹു കൊടുത്തിരുന്നത് ശനിയാഴ്ച ദിവസമാണ് പവിത്രമാക്കി കൊടുത്തിരുന്നത്. അതുകൊണ്ട് ആ ശനിയാഴ്ച ദിവസം കുറച്ച് അമലുകളൊക്കെ ചെയ്തിട്ട് എന്നോടൊക്കെ ചോദിച്ചു. ഈ 2 ചോദ്യം ചോദിച്ചപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ദഖുലൂ ഫീ സിൽമി കാഫ. പരിപൂർണമായിട്ടും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീൻ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ മാത്രം നീ ഇസ്ലാം മതം സ്വീകരിച്ചാൽ മതി, ഇസ്ലാമിലോട്ട് കടന്നു വന്നാൽ മതി. അല്ലാതെ പകുതി ഇവിടെയും പകുതി അവിടെ കൊടുക്കുന്ന ദീൻ നമുക്ക് വേണ്ട, ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ദീനിന്റെ ആവശ്യം എനിക്കില്ല എന്ന് അർത്ഥം വരുന്ന ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നു. ചിന്തിച്ചു നോക്കി, അദ്ദേഹം ഒന്ന് ചോദിക്കുന്നത് ഒരു ഗ്ലാസ് മദ്യപിക്കാനല്ല, ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഞാൻ മദ്യപിച്ചോട്ടെ, എത്രയും നാൾ അതിന്റെ അടുത്തായിരുന്നു, അതിന്റെ അടിമയായിരുന്നു, ഒരു ഗ്ലാസ് ആഴ്ചയിൽ കുടിച്ചോട്ടെ എന്നും, അല്ലെങ്കിൽ സുബഹി നിസ്കാരത്തിന് ബുദ്ധിമുട്ടാണ്, 5 മണി എന്നുള്ളത് എനിക്കൊരു 7 മണിക്ക് നിസ്കരിക്കാനുള്ള അവകാശം തരണം, അനുവാദം തരണം എന്ന് ചോദിക്കാൻ വേണ്ടിയല്ല അദ്ദേഹം വന്നത്. മറിച്ച് മൂസാ നബി അലൈഹി സ്വലാമിന് കൊടുത്ത തൗറാത്ത്
നഫിൽ നിസ്കാരത്തിൽ ഓതി നിസ്കരിക്കട്ടെ എന്നും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തെ പവിത്രത ശനിയാഴ്ചയും ഞാൻ അത് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് എന്ന് പറയണം, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ പരിപൂർണമായിട്ട് ഇസ്ലാമിലോട്ട് പ്രവേശിക്കാൻ വേണ്ടിയുള്ള ആയത്ത് ഇറങ്ങിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും നമ്മളോട് ഉണർത്തും. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അതുപോലെ അല്ലാഹു ഇഷ്ടമല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചു എത്രയോ ബിദ്അത്തുകളാണ്, എത്രയോ അനിസ്ലാമികപരമായ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലായിട്ട് നമ്മൾ കടന്നു വരുന്നത്. അപ്പൊ നമ്മുടെ ദീൻ എങ്ങനെ പരിപൂർണമാകും? ഈ ദീനിൽ എങ്ങനെ അല്ലാഹുവിന്റെ വാഗ്ദാനം ഉണ്ടാകും? ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു തൗറാത്തിന്റെ ഒരു പേജ് വായിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി വായിച്ചുകൊണ്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലേക്ക് വരികയാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖമെല്ലാം ചുമന്ന് റുമ്മാമ്പഴം പോലെ ചുമന്ന് തുടുത്തു. അടുത്തിരുന്ന ഒരു സഹാബി ഉമർ റളിയല്ലാഹു അൻഹു തട്ടിയിട്ട് പറഞ്ഞു, നമ്മുടെ മുഖത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു. നമ്മുടെ മുഖം നോക്കുമ്പോൾ വല്ലാത്ത അവസ്ഥ കണ്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അതിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമറേ, ഞാൻ കൊണ്ടുവന്ന ദീൻ എനിക്ക് പൂർണ്ണമായി ഇഷ്ടപ്പെട്ടില്ലേ, എനിക്ക് തൃപ്തിയായില്ലേ ഉമറേ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയിട്ട് പറഞ്ഞു, റളിയതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദ് റസൂല. അല്ലാഹുവിനെ ഞാൻ റബ്ബായിട്ട് തൃപ്തിപ്പെട്ടു, അങ്ങയെ ഞാൻ നബിയായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഇത് രസം തോന്നിയിട്ട് വായിച്ചതാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസ അലൈഹി സ്വലാമിന്റെ തൗറാത്ത് വായിക്കുന്നത് പോലെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ വാഗ്ദാനം പരിപൂർണമായ ദീനിലാണ്. അല്ലാഹുവിന്റെ ഒരു ഖുർആൻ വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നൂറിൽ പ്രധാനമായിട്ട് നമ്മളെ വിളിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് വാഗ്ദാനം ചെയ്യാണ്. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും, അല്ലേ, വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും, വിശ്വസിച്ചവർക്കും വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മം ചെയ്തവർക്ക് അല്ലാഹുവിന്റെ വാഗ്ദാനം എന്താണ്? ലയസ്തഖ്ലിഫന്നഹും, നിങ്ങൾക്ക് ഞാൻ ഖിലാഫ് തരാം, അധികാരം തരാം. ഇന്ന് നമ്മൾ അധികാരത്തിനോട് ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുകയാണ്. അല്ലാഹു ഞാൻ അധികാരം തരാം, നിങ്ങൾ എന്ത് പേടിക്കുന്ന കാര്യങ്ങൾ ഞാൻ മാറ്റിയിട്ട് നിർഭയത്വം തരാം. ഇന്ന് മുസ്ലിമീങ്ങളൊക്കെ വല്ലാത്ത പ്രതിസന്ധിയിലാണ്, വല്ലാത്ത അസ്വസ്ഥതയിലാണ്. ഇന്നത്തെ ജുമാസ്കാരം കേട്ടപ്പോൾ എല്ലാവരും വല്ലാത്ത ഹാലായി, സ്ത്രീകളൊക്കെ വല്ലാത്ത ബേജാറിലാണ്. അല്ലാഹു പറഞ്ഞ വാഗ്ദാനമാണ്, നിങ്ങൾ ഈമാൻ അമലനുസരിച്ച് ജീവിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ള ഞാൻ അധികാരം നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ മുഴുവൻ പ്രതിസന്ധികൾ ഞാൻ മാറ്റി തരാം, മുഴുവൻ പേടി മാറ്റി ഞാൻ നിങ്ങൾക്ക് നിർഭയത്വം തരാം. വലയസ്തഖലിഫന്നഹും മിൻ ബഅദിഹിം വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് ലയസ്തഖലിഫന്നഹും ഫിൽ അർദ് കമാ ഇസ്തഖലഫല്ലദീന മിൻ ഖബ്ലിഹിം വലിയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും, നിങ്ങൾക്ക് സ്വസ്ഥമായി ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന അന്തരീക്ഷം ഞാൻ ഉണ്ടാക്കി തരാം. യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ. അല്ലാഹു പറഞ്ഞ ഒറ്റ കണ്ടീഷനാണ്, മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് അമലുകൾ ചെയ്യുന്ന നമ്മളെ വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞ ഒറ്റ കണ്ടീഷൻ, യഅബുദൂനനി, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം. ലാ യുശ്രികൂന ബി ശൈഅ, ഒരൊറ്റ വസ്തുവിനെ നിങ്ങൾ പങ്കാക്കാൻ പാടില്ല. ചിന്തിച്ചു നോക്കിയാൽ മുസ്ലിങ്ങളെ വിളിച്ചിട്ടല്ല അല്ലാഹു പറയുന്നു, മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് അമലുകൾ ചെയ്യുന്ന